പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി, ആദി മുതൽ എന്നേക്ക് തന്നെ ആമേൻ. ഇന്ന് ഏപ്രിൽ 16 വ്യാഴം. പുറപ്പാട് പുസ്തകം 16 അധ്യായം 4 വാക്യം. അപ്പോൾ യഹോവ മോശയോട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്തു നിന്ന് അപ്പം വർഷിപ്പിക്കും. ജനം എൻ്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നന്ന് പെറുക്കിക്കൊള്ളണം. ജീവിതത്തിൻ്റെ മരുഭൂമിയിൽ നാം പലപ്പോഴും നടക്കേണ്ടി വരുന്നു. അനിശ്ചിതത്വവും ആശങ്കയും നിറഞ്ഞ നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയം ചോദിക്കുന്നു, നാളെ എങ്ങനെ? ഈ ചോദ്യത്തിന് ദൈവം പുറപ്പാട് പുസ്തകം 16 അധ്യായം 4 വാക്യത്തിലൂടെ മറുപടി പറയുന്നു. ഞാൻ നിങ്ങൾക്ക് ആകാശത്തുനിന്ന് അപ്പം പെയ്യിക്കും. ഈ വചനത്തിൽ നമ്മോട് പറയുന്നത് ദൈവം ഓരോ ദിവസത്തിനും ആവശ്യമായ കൃപ കൃത്യമായി നൽകുന്നവനാണ് എന്ന. ഇസ്രായേൽ ജനം മരുഭൂമിയിലായിരുന്നപ്പോൾ അവരുടെ മുമ്പിൽ ഭക്ഷണമില്ലായിരുന്നു. ഭാവി അനിശ്ചിതത്വമായിരുന്നു. അവർക്ക് ഭയം ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം അവർക്ക് മന്ന നൽകി. അതിലൊരു പ്രത്യേകതയുണ്ട്. ദൈവം ഒരാഴ്ചയ്ക്കുള്ളതോ ഒരു മാസത്തിനുള്ളതോ നൽകിയില്ല, മറിച്ച് ഓരോ ദിവസത്തിനും വേണ്ടത് മാത്രം തന്നു. ഇതിലൂടെ ദൈവം അവരെ പഠിപ്പിച്ചത് നാളെ ആശങ്കയിൽ അല്ല ജീവിക്കേണ്ടത്, ഇന്നത്തെ വിശ്വാസത്തിൽ ജീവിക്കണം. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ദൈവം പഠിപ്പിക്കുന്നത്. നാം പലപ്പോഴും നാളെയെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നു. എന്താകും, എങ്ങനെ നടക്കും എന്നിങ്ങനെ ആശങ്കകൾ നമ്മെ പിടിച്ചുലയ്ക്കും. എന്നാൽ ദൈവം നമ്മോട് പറയുന്നു, ഇന്നത്തേക്കുള്ള കൃപ ഞാൻ നിനക്ക് നൽകും. ഇന്നത്തെ ദിനം എൻ്റെ കൈകളിൽ ഏൽപ്പിക്കും. കാരണം വിശ്വാസം ഇന്ന് ജീവിക്കുന്നു, ഭയം നാളെ ജീവിക്കുന്നു. നാളെയെക്കുറിച്ചുള്ളതായ ആശങ്ക യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവിനെ ക്ഷീണിപ്പിക്കുന്നു. എന്നാൽ ഇന്നത്തെ കൃപയിൽ വിശ്വസിക്കുന്നത് ആത്മാവിനെ പുതുക്കുവാൻ ഇടയാക്കി തരുന്നു. അതുകൊണ്ട് ദൈവം നമ്മുടെ ഭാവിയെ കൈകാര്യം ചെയ്യുന്നു. നമുക്കിന്നത്തെ വിശ്വാസമാണ് അത്യാവശ്യമായി വേണ്ടത്. ഒരു ചെറിയ പക്ഷിയെക്കുറിച്ച് ഒരു ദൃഷ്ടാന്തം സൂചിപ്പിച്ചുകൊള്ളട്ടെ. ആ പക്ഷി ഓരോ രാവിലെയും പറന്ന് ഭക്ഷണം കണ്ടെത്തുന്നു. അതൊരിക്കലും നാളേക്കായി ശേഖരിക്കാറില്ല. എന്നിട്ടും അത് വിശന്നിരിക്കുന്നില്ല. കാരണം അതിനൊരു ഉറപ്പുണ്ട്, അതിനാവശ്യമായത് ലഭിക്കും. ഇതുപോലെ തന്നെയാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതം. ദൈവത്തിൻ്റെ കരുതലിൽ ജീവിക്കുന്നവന് ഒരിക്കലും ക്ഷാമമില്ലല്ലോ. ദൈവത്തിൻ്റെ വിതരണം ഒരിക്കലും വൈകില്ല, ഒരിക്കലും കുറയില്ല. ഇന്നത്തെ കൃപ മതി, നാളെയുടെ ഭയം വേണ്ട. ദൈവം നൽകുന്ന നമ്മുടെ ആവശ്യത്തിനാണ്, ആഗ്രഹത്തിനല്ല. ദൈവം നൽകുന്ന ഓരോ ദിവസവും ഒരു അനുഗ്രഹമാണ്. മരുഭൂമിയിൽ മന്ന നൽകിയ ദൈവം ഇന്നും ജീവനുള്ളവനാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ക്ഷാമങ്ങളിലും ആശങ്കകളിലും അവൻ നമ്മോട് പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടത് നൽകും. അതുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാം. നാളെയെക്കുറിച്ച് ആശങ്കപ്പെടാതെ ഇന്നത്തെ ദൈവകൃപയിൽ വിശ്വസിച്ച് ഞാൻ ജീവിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ ദിവസത്തിനും ആവശ്യമായ കൃപ നൽകണമേ. നാളെയെക്കുറിച്ചുള്ള ഭയങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഇന്നത്തെ നിന്റെ കൃപയിൽ വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയം മനസ്സമാധാനത്തോടെ നിറയ്ക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.